Hello, my dear students. Welcome back to my new class, Data Structure using C. In the previous sessions, we discussed our second module. Second module contains two topics, arrays and linked list. We already discussed the concept of arrays. Today, I discuss the concept of linked list. What is the linked list? Advantage of a linked list over array. How to declare linked list in memory. Then various types of linked list, basic operations of linked list, applications and disadvantages. What is a data structure? We know data structure is the combination of different types of data. The linked list is most commonly used data structure to store data in memory. It is a collection of data elements called nodes. Array is a group of elements that is stored in a continuous memory locations. Unlike arrays, linked list elements are not stored at adjacent location. The nodes, that is the elements connected by pointers. Just look at these differences between arrays and linked list. The first is the fixed size. So resizing is expensive. Linked list is a dynamic size. Dynamic means നമ്മൾ ആവശ്യത്തിനനുസരിച്ച് അത് യൂസ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അറേസ് ഇൻസേർഷൻ ആൻഡ് ഡെലീഷൻസ് ആർ ഇൻഎഫിഷ്യൻറ്റ്. നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം, എലമെൻസിനെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ലിങ്ക്ഡ് ലിസ്റ്റിൽ നമുക്ക് ഒരിക്കലും എലമെൻസിനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് നോട്ട്സ് വെച്ചിട്ട് മെമ്മറിയിൽ ഡിഫറെൻറ്റ് മെമ്മറി ലൊക്കേഷൻസിലാണ് ലിങ്ക്ഡ് ലിസ്റ്റ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ദെൻ array is a random access. Linked list is not accessed by randomly. That is, ഞാൻ പറഞ്ഞു ലിങ്ക്ഡ് ലിസ്റ്റ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് അഡ്ജസൻറ്റ് മെമ്മറി ലൊക്കേഷൻസിലാണ്. അത് നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമുക്ക് പോയിന്റർ യൂസ് ചെയ്താൽ മാത്രമേ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ എലമെൻസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ദെൻ array വേസ്റ്റേജ് ഉണ്ടാവില്ല. നമ്മൾ array ഡിക്ലെയർ ചെയ്യുമ്പോൾ array ഓഫ് 10 എന്ന് പറഞ്ഞ് നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് 10 മെമ്മറി ലൊക്കേഷൻസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 8 എണ്ണം യൂസ് ചെയ്ത് കഴിഞ്ഞാലും 2 എണ്ണേ നമുക്ക് വേസ്റ്റ് ആയിട്ട് വരുള്ളൂ. ഇപ്പോൾ നെയിം അതൊക്കെയാണ് നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നെയിം ഓഫ് 20 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നെയിം ഓഫ് 30 എന്ന് പറഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്യും. ഒരു പേര് മാക്സിമം നമ്മളൊരു 8 10 ലെറ്റർ ഉണ്ടായി കഴിഞ്ഞാലും ബാക്കിയുള്ളതൊക്കെ നമുക്ക് എന്താണ്, വേസ്റ്റേജ് ഓഫ് മെമ്മറിയാണ്. ലിങ്ക്ഡ് ലിസ്റ്റിൽ വേസ്റ്റേജ് വരില്ല. കാരണം ഡൈനാമിക് ആയിട്ട് നമ്മൾ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള മെമ്മറി മാത്രം അതാത് സമയത്ത് അത് ആക്സസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മെമ്മറി വേസ്റ്റേജ് ഉണ്ടാവില്ല. ദെൻ array എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്വൻഷ്യൽ ആക്സസ് ഈസ് ഫാസ്റ്റർ. കാരണം എന്താണ്, എലമെൻറ്റ്സ് കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻസിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ലിങ്ക്ഡ് ലിസ്റ്റിൽ സീക്വൻഷ്യൽ ആക്സസ് പറ്റും, പക്ഷെ അത് ഭയങ്കര സ്ലോ ആയിട്ടേ ഉണ്ടാവുള്ളൂ. കാരണം എലമെൻസിനെ നമുക്ക് സെർച്ച് ചെയ്ത് എടുക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റിനെ നമുക്ക് സീക്വൻഷ്യലായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുപോലെ റാൻഡം ആയിട്ട് ആക്സസ് ചെയ്യാനും നമുക്ക് പറ്റില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് വേരിയസ് ടൈപ്സ് ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ്. നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റ്, സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ്, ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ്, circular doubly linked list, header linked list. The first one is the singly linked list. Singly linked list is a collection of nodes, that is element. Each node contains two parts. First part is data and the second part is link. ഇവിടെ നോഡായിട്ടാണ് നമ്മൾ എലമെൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നോഡ് 2 പാർട്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നു, ഡാറ്റ പാർട്ടും അതുപോലെ ലിങ്ക് പാർട്ടും. നമ്മൾ കൊടുക്കുന്ന ഡാറ്റാസ് അല്ലെങ്കിൽ വാല്യൂസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഈ ഡാറ്റ പാർട്ടിലാണ്. ഇവിടെ ലിങ്ക് അല്ലെങ്കിൽ പോയിന്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്.
ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻ ഓഫ് നോട്ട്സ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കുറേ നോട്ട്സ് ഉണ്ടാവും ലിങ്ക്ഡ് ലിസ്റ്റിൽ. ഓരോ നോഡും മെമ്മറിയുടെ അഡ്ജസൻറ്റ് മെമ്മറി ലൊക്കേഷൻസിലല്ല സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അടുത്ത നോഡ് എവിടെയാണോ ആ നോഡിൻ്റെ അഡ്രസ്സ് ആണ് ഈ ലിങ്ക് പാർട്ടിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇങ്ങനെ നോട്ട്സിന് നമ്മൾ ട്രെയിൻ ബോഗീസ് കണക്ട് ചെയ്തിട്ടില്ലേ, അതുപോലെ നമ്മൾ ബോഗി പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റിനെ ചെയ്തിട്ടുള്ളത്. ദെൻ എങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ എന്നാണ് ഇവിടെ പറയുന്നത്. ഇതാണ് നോട്ട്സ്. ഇതിൽ 3 ഡാറ്റാസ് അല്ലെങ്കിൽ 3 നോട്ട്സ് ആണ് നമ്മളിവിടെ സിംഗിൾ ലിങ്ക്ഡ് ലിസ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. എ എന്ന് പറഞ്ഞൊരു ഡാറ്റ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. 3 നോഡുകളുണ്ട്. ഈ ഒരു നോഡിന്റെ ഡാറ്റ പാർട്ടാണ് എ. ലിങ്ക് പാർട്ട് പറഞ്ഞിട്ടുള്ളത് എന്താണ്, രണ്ടാമത്തെ നോഡിലേക്കാണ് ഇത് പോയിന്റ് ചെയ്തിട്ടുള്ളത്. ദെൻ രണ്ടാമത്തെ നോഡ് പോയിന്റ് ചെയ്ത് രണ്ടാമത്തെ നോഡിന്റെ ഡാറ്റ, ദെൻ അതിന്റെ പോയിന്റർ. രണ്ടാമത്തെ നോഡ് ദെൻ തേർഡ് നോഡിലേക്ക് പോയിന്റ് ചെയ്തിരിക്കുന്നു. ഡാറ്റ സി ആണ്. അതിന്റെ ലിങ്ക് നമ്മളിവിടെ എക്സ് വെച്ചിട്ട് അല്ലെങ്കിൽ ക്രോസ് ചെയ്തിരിക്കുകയാണ്. ഇതിനർത്ഥം ഈ ഡാറ്റ സ്ട്രക്ചർ അല്ലെങ്കിൽ ഈ ലിങ്ക്ഡ് ലിസ്റ്റ് ഇവിടെ വെച്ച് നിന്നിരിക്കുന്നു. ഇനി നെക്സ്റ്റ് ഒരു പോയിന്റിലേക്ക് ഇത് പോയിന്റ് ചെയ്യണില്ല. ഈ ഡാറ്റ തേർഡ് നോഡാണ് ഇതിൻ്റെ ലാസ്റ്റ് നോഡ്. അത് കാണിക്കാനാണ് ഇവിടെ നൾ പോയിന്റർ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി 3 നോഡുകളാണ് ഈ ലിങ്ക്ഡ് ലിസ്റ്റിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഹെഡ് കൊടുത്തിട്ടുണ്ട്. ഹെഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെക്ഷൻ ഉണ്ട്. ഈ സെക്ഷൻ പോയിന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹെഡ് എപ്പോഴും പോയിന്റ് ചെയ്യുക ആ ലിങ്ക്ഡ് ലിസ്റ്റിലെ ഫസ്റ്റ് നോഡിനെയാണ് ഹെഡ് പോയിന്റ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ദ ഹെഡ് ഓൾവേസ് പോയിന്റ്സ് ടു ദി ഫസ്റ്റ് നോഡ്. All nodes are connected to each other through link fields. Null pointer indicate end of the list. Okay. Next, circular linked list. Circular linked list is one which has no ending. That means first node, second node, third node. Third node in the link part അല്ലെങ്കിൽ pointer part, then again replaced with the address of ഫസ്റ്റ് നോഡ്. ഒരു സർക്കുലർ മാനറിൽ നോഡ്സിനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ്. മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് നോഡ് ഇൻറ്റു വെച്ചിട്ട് നൾ പോയിന്റർ വെച്ചിട്ട് മാർക്ക് ചെയ്യില്ല, കാരണം ഇതിലൊരു എൻഡിങ് ഇല്ല. ദെൻ നൾ പോയിന്റർ ഇൻ ദ ലാസ്റ്റ് നോഡ് ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ് ഈസ് റീപ്ലേസ്ഡ് വിത്ത് അഡ്രസ് ഓഫ് ഇറ്റ്സ് ഫസ്റ്റ് നോഡ്. സർക്കുലർ മാനറിൽ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് ചെയ്യാൻ എൻഡിങ് ഉണ്ടാവില്ല. ദെൻ നെക്സ്റ്റ് വരുന്നത് ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്. ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ് ഒരു നോഡിനെ 2 പാർട്ടായിട്ടാണ് നമ്മൾ തിരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു ഡാറ്റ പാർട്ടും അതുപോലെ പോയിന്റർ പാർട്ടും. ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റിൽ ഡാറ്റ പാർട്ട് സെന്ററിലും പ്രീവിയസ് പോയിന്റർ പാർട്ടും നെക്സ്റ്റ് പോയിന്റർ പാർട്ടും, അത് അങ്ങനെ 3 ബ്ലോക്ക് ആക്കിയിട്ടാണ് ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റിൽ നമ്മൾ തിരിച്ചു വെച്ചിട്ടുള്ളത്. ഡാറ്റ പാർട്ട് ഉണ്ട്, ദെൻ പ്രീവിയസ് നോഡിലേക്ക് പോയിന്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്രീവിയസ് പോയിന്ററും നെക്സ്റ്റ് നോഡിലേക്ക് പോയിന്റ് ചെയ്യാൻ വേണ്ടി ഒരു നെക്സ്റ്റ് പോയിന്ററും ഉണ്ടാവും. ഹെഡ് നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഹെഡ് പോയിന്റർ ഉണ്ട്. ഹെഡ് പോയിന്റർ എപ്പോഴും ഫസ്റ്റ് നോഡിന് പോയിന്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഫസ്റ്റ് നോഡിന്റെ പ്രീവിയസ് പോയിന്റർ എപ്പോഴും നള്ളായിരിക്കും, കാരണം അതിന് പ്രീവിയസ് ആയിട്ട് ഒരു നോഡും വരാത്തത് കൊണ്ട് ഇത് നള്ളായിട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ദെൻ അതിന്റെ ഡാറ്റ പാർട്ട് ഫസ്റ്റ് നോഡിന്റെ നെക്സ്റ്റ് പോയിന്റർ എവിടേക്ക് പോയിന്റ് ചെയ്തിട്ടുണ്ടാവും, രണ്ടാമത്തെ നോഡിലേക്ക് പോയിന്റ് ചെയ്തിട്ടുണ്ടാവും. ദെൻ രണ്ടാമത്തെ നോഡ് എവിടെയാണോ രണ്ടാമത്തെ നോഡിന്റെ അഡ്രസ്സ് അതാണ് ഇവിടെ നെക്സ്റ്റ് പോയിന്ററിൽ ഉണ്ടാവുക. ദെൻ രണ്ടാമത്തെ നോഡ് ഇതാണ്, ഡാറ്റ ബി ആണ്. രണ്ടാമത്തെ നോഡിന്റെ പ്രീവിയസ് പോയിന്റർ ഫസ്റ്റ് നോഡിലേക്ക് പോയിന്റ് ചെയ്യും, കാരണം രണ്ടാമത്തെ നോഡിന്റെ മുന്നായിട്ട് നമ്മൾ ഒരു നോഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രീവിയസ് പോയിന്റർ നെക്സ്റ്റ് തൊട്ട് മുന്നത്തെ നോഡിന് പോയിന്റ് ചെയ്യും. നെക്സ്റ്റ് പോയിന്റർ എന്ത് ചെയ്യും, തേർഡ് നോഡിനെ പോയിന്റ് ചെയ്തിരിക്കും. ദെൻ തേർഡ് നോഡ് ഡാറ്റ എന്ന് പറഞ്ഞത് സി ആണ്. അതിന്റെ പ്രീവിയസ് നോഡ് സെക്കൻഡ് നോഡിലേക്ക് പോയിന്റ് ചെയ്യുന്നു. അതിന്റെ നെക്സ്റ്റ് നോഡ് നമ്മൾ ഇവിടെ അവസാനിച്ചു, 3 നോഡേ നമുക്കുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും, ഇതിന്റെ നെക്സ്റ്റ് നോഡ് നള്ളാക്കി മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെയാണ് ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് നമ്മൾ അറേയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് കണ്ടെയ്ൻസ് എ ലിങ്ക് എലമെന്റ് കോൾഡ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്, അതല്ലെങ്കിൽ പ്രീവിയസ് ആൻഡ് നെക്സ്റ്റ്. ഈച്ച് ലിങ്ക് ക്യാരീസ് എ ഡാറ്റ ഫീൽഡ്സ് ആൻഡ് 2 ലിങ്ക് ഫീൽഡ്സ്. ഓക്കെ, ഈച്ച് ലിങ്ക് ഈസ് ലിങ്ക്ഡ് വിത്ത് ഇറ്റ്സ് നെക്സ്റ്റ് ലിങ്ക് യൂസിങ് ഇറ്റ്സ് നെക്സ്റ്റ് ലിങ്ക്. Previous link using its previous link. The last link carries a link as null to mark the end of the list.
ദെൻ നെക്സ്റ്റ് സർക്കുലർ ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ്. സർക്കുലർ ഡബിൾ ലിസ്റ്റ് നമ്മൾ കണ്ടല്ലോ. എന്തായിരുന്നു പ്രത്യേകത? അതിൻ്റെ നോട്ട്സ് സർക്കുലർ മാനറിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ദെൻ ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് എന്തായിരുന്നു? ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് എ നോട്ട് കണ്ടെയ്ൻസ് 3 പാർട്സ്, പ്രീവിയസ് പോയിന്റർ, ഡാറ്റ പാർട്ട് ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റർ. ഇത് രണ്ടും കൂടി സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റും ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? അതാണ് നമ്മൾ സർക്കുലർ ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ്. The next pointer of the last node. Next pointer of the last node points to the first node. And the previous pointer of the first node points to the last node. Making the circular in both directions. ബാക്കിയൊക്കെ ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റിനും സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റിനും ഈക്വൽ ആണ്. ഓക്കെ. The last link next point to the first link of the list in both cases of singly as well as doubly linked list. The first link's previous points to the last node of the list in case of doubly linked list. Next and last type of linked list is the header linked list. The header linked list contains a special node called header node. This header will be always at the beginning of the list. നമ്മളിവിടെ സ്റ്റാർട്ട് എന്നാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റാർട്ട് ഈ പോയിന്റർ ഫസ്റ്റ് ഹെഡർ പോയിന്ററിനെയാണ് നമ്മൾ പോയിന്റ് ചെയ്തിട്ടുള്ളത്. ഹെഡർ പോയിന്റർ ഒന്നുകിൽ അൺലിസ്റ്റ് ആവാം, ഡാറ്റാസ് ഒന്നും ഇല്ലാതിരിക്കാം, അതല്ലെങ്കിൽ യൂസ് ടു സ്റ്റോർ സം ഗ്ലോബൽ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ ലിസ്റ്റ്. എത്ര നോട്ട്സ് ആണ് അതിൽ ആ ലിങ്ക്ഡ് ലിസ്റ്റിൽ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ളത്, ആ നോട്ട്സിൻ്റെ കൗണ്ട് ആയിരിക്കാം ഹെഡർ നോഡിൽ ഉണ്ടാവുക. അപ്പോൾ സ്റ്റാർട്ട് പോയിന്റർ ഉണ്ടാവും, അത് ഹെഡർ നോഡിനെ പോയിന്റ് ചെയ്യുന്നു. ആ ഹെഡർ നോഡാണ് ലിങ്ക്ഡ് ലിസ്റ്റിലെ നോട്ട്സിനെ പോയിന്റ് ചെയ്യുന്നത്. സിംഗിളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ലാസ്റ്റ് നോഡിൻ്റെ പോയിന്റർ പാർട്ട്, ലിങ്ക് പാർട്ട് നള്ളായിട്ടാണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. രണ്ട് തരത്തിലുള്ള ഹെഡർ ലിങ്ക്ഡ് ലിസ്റ്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഗ്രൗണ്ടഡ് ഹെഡർ ലിസ്റ്റ്. ഗ്രൗണ്ടഡ് ഹെഡർ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ലാസ്റ്റ് പോയിന്റർ നള്ളായിരിക്കും. ഓക്കെ. ദെൻ സർക്കുലർ ഹെഡർ ലിസ്റ്റ് ഉണ്ട്. സർക്കുലർ ഹെഡർ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ലിസ്റ്റ് വേർ ലാസ്റ്റ് നോട്ട് പോയിന്റ്സ് ടു ദി ഹെഡർ നോട്ട് ഇൻസ്റ്റെഡ് ഓഫ് നൾ പോയിന്റർ. സർക്കുലർ ഫാഷനിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് സർക്കുലർ ഹെഡർ ലിസ്റ്റ്. ഓക്കെ. In our next class, we shall be talking about the operations of linked list. I hope that you would understand. Let me conclude. Thank you.